RSSുമായി ചേർന്നില്ലെന്ന് ഇപ്പൊ പറഞ്ഞാൽ വലിയ വിവാദമാവും. ചേർന്നിട്ടുണ്ടായിരുന്നു എന്തോ എന്ത് വിവാദം വരാൻ? അല്ല സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ വിവാദമായി പോകും. ഞങ്ങൾക്കൊരു ഭയവുമില്ല, തെല്ല് ഭയമില്ല. അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥ വന്നാൽ പിന്നെ ഫാസത്തിന്റെ അവസാനം വരുത്തുക എന്നുള്ളതാണല്ലോ പിന്നെ മുദ്രാവാക്യം. അങ്ങനെ വരുമ്പോൾ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ യോജിക്കാവുന്നവരെല്ലാമായി യോജിച്ചില്ല കേരളത്തിലും ഇന്ത്യയിലും. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ മതരാഷ്ട്രവാദം 1940 മുതലുണ്ട്. മൗദൂദിയുടെ ടെക്സ്റ്റുകൾ പണ്ട് മുതലേ ഉണ്ട്. ഈ ടെക്സ്റ്റുകൾ അവിടെ ഇവിടെ ഈ മതരാഷ്ട്രവാദം ഉള്ളപ്പോഴാണ് അവർ LDF-നെ പിന്തുണച്ചിട്ടുള്ളത്. RSSന്റെ ഞങ്ങളെ പിന്തുണച്ചു. ഞങ്ങൾ അങ്ങനെ ഒരു രാഷ്ട്രീയ മുന്നണി ആരാ പ്രസംഗം ഉണ്ടായാലും ഇതാ ഞാൻ പറഞ്ഞത്. ഒരു രാഷ്ട്രീയ എഡിറ്റോറിയൽ ഉണ്ട്. ഇല്ല ഒരു എഡിറ്റോറിയൽ ഇല്ല. ഞങ്ങൾ മുന്നണിയാന്ന് പറഞ്ഞില്ല. ഞങ്ങളെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും. ഇപ്പം BJP RSS രൂപീകരിക്കുന്ന ഘട്ടം 1925-ലാണല്ലോ. എല്ലാ ഘട്ടത്തിലും RSSന് ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? എന്നാൽ 1977 67 കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോ RSSുമായിട്ട് പരസ്പരം ചേർന്നില്ലേ? അത്ര കണ്ടാ മതി. RSS വർഗീയവാദികളാണല്ലോ. 1925-മായി ചേർന്നില്ലെന്ന് ഇപ്പൊ പറഞ്ഞാൽ വലിയ വിവാദമാവും. ചേർന്നിട്ടുണ്ടായിരുന്നു എന്തോ എന്ത് വിവാദം വരാൻ? അല്ല സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ വിവാദമായി പോകും. ഞങ്ങൾക്കൊരു ഭയവുമില്ല, തെല്ല് ഭയമില്ല. അല്ല ഞാൻ പറഞ്ഞു വരാം. വർഗീയ ശക്തികൾ ഇന്ത്യയുടെ പല മേഖലയിലും അതിശക്തമായ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു പ്രത്യാഘാതം ഗാന്ധിവധമാണ്. ഗാന്ധിവധത്തിന് ശേഷം RSS പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു. ഒറ്റപ്പെട്ടു. പക്ഷെ കോൺഗ്രസ് തന്നെ പിന്നീട് അതിനെ അംഗീകരിച്ച് മുന്നോട്ടേക്ക് പോയി. തുടർന്ന് അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥ വന്നാൽ പിന്നെ അർദ്ധഫാസിസത്തിന്റെ രീതിയിലേക്ക് വന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും മാറ്റം നോക്കേണ്ടിയിട്ടുണ്ടോ? ഫാസിസത്തിന്റെ അവസാനം വരുത്തുക എന്നുള്ളതാണല്ലോ പിന്നെ മുദ്രാവാക്യം. അങ്ങനെ വരുമ്പോൾ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ യോജിക്കാവുന്നവരെല്ലാമായി യോജിച്ചില്ല കേരളത്തിലും ഇന്ത്യയിലും. അല്ല ഇപ്പൊ RSSനോട് കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയൊക്കെ അതൊരു നെസസിറ്റി ആയിരുന്നു. പക്ഷെ നെസസിറ്റിയാണ് പ്രശ്നം. അല്ല അപ്പൊ അന്ന് CPM-ന് എതിരഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ ജയപ്രകാശ് നാരായണൻ ഞാൻ ഫാസിസ്റ്റ് ആണ്, RSS ഫാസിസ്റ്റ് ആണെങ്കിൽ എന്ന് പ്രഖ്യാപിച്ചു. സുന്ദരയ്ക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്നു. പല കാര്യങ്ങളുണ്ട്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയോട് ചേർന്നപ്പോൾ അടിയന്തരാവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങൾ എടുത്ത നിലപാട് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ളതായിരുന്നു. അല്ല അന്ന് അടിയന്തരാവസ്ഥയെങ്കിലും ഉണ്ട്. പിന്നെ 96-ല് ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചപ്പോൾ അടിയന്തരാവസ്ഥ ഇല്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ പിന്തുണക്കുന്നു. അവര് പറയുന്ന കാര്യമല്ലേ നിങ്ങൾ പറയുന്നത്? അല്ല പൊതുവെ പിന്നെ പൊതുവെ അതായത് ജമാഅത്തെ ഇസ്ലാമി പല സ്ഥലത്ത് വരുന്ന നിലപാട് ഒരു മണ്ഡലത്തിൽ ഞാൻ എന്നെ പിന്തുണക്കുന്നു പറയും, ഓരോ സ്ഥലത്ത് സണ്ണീനെ പിന്തുണക്കുന്നു പറയും, ഓരോ സ്ഥലത്ത് ഓരോ നിലപാട് സ്വീകരിച്ചു പോവാ. ആ നിലപാടിനോട് ഞങ്ങൾക്ക് എന്താ രാഷ്ട്രീയ നിലപാട്? LDF-നെ മാത്രമായി പിന്തുണച്ചിട്ടുണ്ട് 2006. എവിടെ? അങ്ങനെ ഞാൻ ഇതാ പറഞ്ഞത്. അവര് രാഷ്ട്രീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായിട്ട് ഒരിക്കലും ഒന്നില്ല. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയോട് പ്രശ്നമാണ്, PDP ആയിട്ട് പ്രശ്നം ഇല്ല. PDP ആയിട്ട് ഒരു പ്രശ്നമില്ല. അതെന്താ? PDP എന്താ? ഞങ്ങൾ ഈ ലോകത്തെ മുഴുവൻ ഇസ്ലാം രാഷ്ട്രമാകണമെന്ന് നടക്കുക. ഇപ്പം PDP ഇസ്ലാമിക സേവാ സംഘം രൂപീകരിച്ച ആളാണ് അബ്ദുൽ നാസർ. ആ രൂപീകരിച്ച ഘട്ടത്തിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ നിലപാട് മാറിയപ്പോ മാറ്റി. CPM-മാരെ പോലും കൊന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്. പക്ഷേ ഇപ്പോ PDP ആ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് അവരും ഈ രാജ്യവും എല്ലാവർക്കും അറിയാം. ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് മാത്രം അറിയുന്നില്ല, സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ. അവരുടെ നിലപാട് മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കണം. അല്ലാണ്ട് ഒരാൾ പ്രഖ്യാപിക്കുന്നതുകൊണ്ട് മാത്രമല്ല കാര്യം. രക്ഷപ്പെടാൻ വേണ്ടി ഭരണഘടനാപരമായിട്ട് ഞങ്ങൾ ഇതിന്റെ എല്ലാം ഒപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. അവർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് മുഴുവൻ മതരാഷ്ട്രം സൃഷ്ടിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇസ്ലാമി ഭരണഘടന മാറ്റെങ്കിലും ചെയ്തു, PDP അതും ചെയ്തില്ലല്ലോ. PDP ഇന്നത്തെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു പീഡിതമായ ഒരു പ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞു. ആ പ്രസ്ഥാനത്തെ വെറുതെ ആവശ്യമില്ലാതെ രീതിയിൽ കടന്നാക്രമിക്കേണ്ട വല്ല കാര്യമുണ്ടോ?